കോട്ടയത്ത് വിരിപ്പ് കൃഷി പ്രതിസന്ധിയിൽ മടവീഴ്ചയും വിതച്ച പാടങ്ങളിൽ വെള്ളം കയറിയതുമാണ് നെൽകൃഷി വൈകാൻ കാരണം. പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരണ തുക കിട്ടാത്തതും വിരിപ്പ് കൃഷി ഇറക്കുന്നതിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുന്നു. കോട്ടയത്ത് ഇക്കുറി വിരിപ്പ് കൃഷി ആരംഭിച്ചത് പ്രതീക്ഷിച്ചതിന്റെ 2% പാടശേഖരങ്ങളിൽ മാത്രം. ഈ വർഷം 8500 ഹെക്ടർ സ്ഥലത്ത് കൃഷി ഇറക്കേണ്ട സ്ഥാനത്ത് ഏകദേശം 180 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് നിലവിൽ കൃഷി ഇറക്കാൻ സാധിച്ചത്. മടവീഴ്ചയും വെള്ളപ്പൊക്കവും കർഷകർക്ക് തിരിച്ചടിയായി. കുമരകം, തിരുവാർപ്പ്, ഐമനം, ആർപ്പുക്കര, നീണ്ടൂർ, വെച്ചൂർ, തലയാഴം, കല്ലറ തുടങ്ങിയ മേഖലകളിലാണ് ജില്ലയിലെ വിരിപ്പ് കൃഷിയിൽ ഏറെയും. പ്രതിസന്ധി പുഞ്ചകൃഷിയെയും ബാധിക്കുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. പ്രകൃതി കനിഞ്ഞെങ്കിൽ മാത്രമേ കൃഷി രക്ഷപ്പെടുകയുള്ളൂ. എത്ര നല്ല മണ്ടുണ്ടെന്ന് പറഞ്ഞാലും ചില ഭാഗം പൊട്ടിപ്പോവും. അതൊരു റിസ്ക്കാണ്. ഞങ്ങളൊക്കെ അത് കാരണം രണ്ടാം കൃഷി ഉപേക്ഷിച്ച ആൾക്കാർ ഇതിപ്പോൾ മീനച്ചിലാറിൻ്റെ കൈവഴി ആയത് കാരണം ഇവിടെ ഭയങ്കര വെള്ളമാണ്. നമ്മൾ എത്ര പണ്ട് ഉയർത്തി പണിതാലും അതിൻ്റെ മുകളിൽ വെള്ളം കയറുക. കഴിഞ്ഞ വർഷം വിരിപ്പ് കൃഷി വഴി 56.8 കോടി രൂപയുടെ നെല്ല് ഉൽപ്പാദിപ്പിച്ചു. വിളവ് കൂടുതൽ കിട്ടുമെന്നതാണ് വിരിപ്പ് കൃഷിയുടെ മെച്ചം. എന്നാൽ കാലം തെറ്റിയ മഴ മൂലം വിരിപ്പ് കൃഷിയിൽ നിന്നും പിന്മാറുകയാണ് ജില്ലയിലെ ഭൂരിഭാഗം കർഷകരും. മീഡിയ 1 കോട്ടയം.